ഇന്ന് നമുക്ക് യാത്രയിൽ ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാതെ പരമാവധി വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് പൊടി, ബട്ടർ പരിപ്പ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വെളിച്ചെണ്ണ ചാലിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വെളിച്ചെണ്ണ ചാലിച്ച് വെച്ചാൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഈ പൊടി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്നുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാൻ വിട്ടുപോയി. അതാണ് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കണേ. പൊടി പൊടിച്ച പോലെ തന്നെ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 3 ആഴ്ച വരെയും കേടുവരാതിരിക്കും. ഇതുപോലെ വെളിച്ചെണ്ണ ചാലിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് കാറൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും കൂടിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും തക്കാളി വേണം അധികമായിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 2 സവാള എടുക്കുമ്പോൾ അതിന് 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പുളി അല്ലാതെ കുറച്ചും കൂടി പുളി വേണം എന്നുള്ളവർക്ക് ഒരു നുള്ളു വാളംപുളി ചേർക്കാം. ഞാനിവിടെ പുളി ചേർക്കാതെയാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കണം കേട്ടോ. കായപ്പൊടിയും മുളക് പൊടിയും മാത്രമേ നമ്മളിതിൽ ചേർക്കണുള്ളൂ. ഇനി എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ജീരകം അങ്ങനത്തെ വേറെ ഒന്നും ഇതിലില്ല. തക്കാളി, അതുപോലെ ഉള്ളി, ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി, വെള്ളം ചേർക്കാതെ തന്നെ നല്ലോണം അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ചട്നിയിൽ ഇപ്പോൾ എന്താ പറയുക, കടുക്, വറ്റൽമുളക് അങ്ങനെ വറുത്തിട്ടിട്ട് ചെയ്യണവരുണ്ട്. പക്ഷേ ഞാനിവിടെ വറുത്തൊന്നും ഇടുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇത് നേരെ അടുപ്പത്ത് വെച്ചേക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊരു 2 മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്കിതിനെ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. സാധാരണ ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ കുറച്ചാലും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം വേറെ ചേർത്തിട്ടില്ല. പിന്നെ ഈ ഉള്ളിയും തക്കാളി അരഞ്ഞു വരുമ്പോൾ ഉള്ള വെള്ളമാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ അതിനെ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വെള്ളം വറ്റണ പാകത്തിന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം വരെയൊക്കെ എന്തായാലും ഇത് കേടുവരാതിരിക്കും കേട്ടോ. തക്കാളിയിലൊക്കെ വെള്ളം ഒന്ന് വറ്റുമ്പോഴേക്കും നമുക്കൊരു ബട്ടർ പരിപ്പ് പൊടി ഉണ്ടാക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ ഈ ദോശപ്പൊടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയൊക്കെ കുറച്ചൊരു മെനക്കേടുണ്ടല്ലോ. ഇതങ്ങനെയൊന്നുമില്ല. കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ, ഇനി ബട്ടറിന് പകരം ഒരിത്തിരി വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നുമില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ബട്ടർ പരിപ്പ് പൊടി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കും ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇതൊന്ന് ഉരുകി വരണ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പാണ്. സാധാരണ നമ്മുടെ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു വറ്റൽമുളക് ഒരു 5-6 എണ്ണം ചേർക്കാം കേട്ടോ. ഒരു 1.5 കപ്പോളം തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് എടുക്കാം. വറ്റൽമുളകിന് പകരം കുരുമുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് പരിപ്പ് നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ബട്ടറിൽ വറുത്ത് വെച്ചിട്ടുള്ള ഈ പരിപ്പും വറ്റൽമുളകും ഉണ്ടല്ലോ, അത് ഇതുപോലെ ബ്രൗൺ നിറമായതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. വേറെ ഒന്നും ഇതിൽ കായപ്പൊടി അല്ലെങ്കിൽ പുളി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബട്ടർ പരിപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൽ കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയുടെ കൂടെ ഇത് ചോറിൽ ഇങ്ങനെ തിരുമ്പി ഊണ് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. അതുപോലെ ദോശപ്പൊടിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചാലിക്കുന്നത് പോലെ ചാലിച്ച് അത് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ്. ബട്ടറിൻ്റെ സ്വാദ് ഇതിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ അങ്ങനെ ബട്ടറിൻ്റെ സ്വാദ് നമുക്ക് ഈ ഒരു പൊടികളിൽ പരിചയമില്ലല്ലോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും. ഇതുപോലെ നല്ലോണം വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. പിന്നെ എനിക്കിപ്പോൾ ഇന്ന് രാത്രിക്ക് മാത്രമാണ് ഇത് ആവശ്യമുള്ളൂല്ലോ. അല്ല നമുക്കൊരു 3-4 ദിവസത്തേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വറ്റിച്ച് ശരിക്കും ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് 1-2 ദിവസം ഇരിക്കും. ഇനിയും വറ്റിച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ. നമുക്ക് ആവശ്യമില്ലാതെ കുറേ മസാലകളോ അല്ലെങ്കിൽ കറിവേപ്പില പോലും ഇതിന് ആവശ്യമില്ല. തക്കാളി ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാണ്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബട്ടർ പരിപ്പ് പൊടി ചാലിച്ച് കൊണ്ടുപോകണം കുറച്ചും കൂടി എളുപ്പം. ചാലിക്കാതെയും ഇഡ്ലിയുടെ കൂടെ വെറുതെ പൊടിയിലൊപ്പി കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഹാർഡാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് തന്നെ വയ്ക്കുകയാണ്.
ശരിക്കും നമ്മുടെ ദോശപ്പൊടി പോലെ ഇല്ല അതിൻ്റെ നിറമൊക്കെ, പക്ഷെ സ്വാദിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതിനേക്കാളും സ്വാദുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ബട്ടറും പരിപ്പും കൂടി വരുമ്പോൾ. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലതാണ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാണ്. ഇനി ഈ ഒരു ഇഡ്ലിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, റാഗി കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് റാഗി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ലൊരു തക്കാളി ഉള്ളിയും കൂടിയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ ബട്ടർ പരിപ്പ് പൊടിയുണ്ട്, പിന്നെ അത് വാഴയിലൊക്കെ പൊതിഞ്ഞ് ഇനി റെഡിയാക്കുകയും കൂടിയേ വേണ്ടൂ.